അങ്ങനെ പ്രത്യേകിച്ച് പറയണോ? ഞാൻ മോൾക്കേ ചെയ്യൂ. താങ്ക് യു അങ്കിൾ. ശരി, എങ്കിൽ നിങ്ങൾ ഇറങ്ങട്ടെ. വെരി താങ്ക്സ്. പലതും കേറി ഇറങ്ങും. സ്വർണം വല്ലോണ്ടി സൂക്ഷിച്ചോളണം. അങ്ങനെ ഇവിടത്തെ ഒട്ട് ഞങ്ങൾക്ക് എന്നെ പോലെ പക്വതയും പാകതയും വന്നവരെ പോലെയാണോ ഈ കൊച്ചു പെമ്പിള്ളേര്? ഇങ്ങനെ തൊട്ട് നിലോടിയല്ലേ വോട്ട് ചോദിക്കണത്? ഇങ്ങനെയൊക്കെ തൊട്ട ആരും കൊടുത്തു, പക്ഷെ ഞാൻ ചന്ദ്രമതിക്ക് കൊടുത്തു. അതെനിക്കറിയാം. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം റെഡിയാക്കി കൊടുക്കാന്നാ ഗാഥ ഓഫർ ചെയ്തിരിക്കുന്നത്. അവൾക്ക് എന്ത് വേണമെങ്കിൽ ഓഫർ ചെയ്യാം, പ്രായമതല്ലേ. എനിക്ക് അത്രയ്ക്കും പ്രായമൊന്നും ആയിട്ടില്ല. ഒരു പാർലമെന്റ് ഇലക്ഷന്റെ ചൂടുണ്ടല്ലോ ഈ കോളനിയിൽ. എന്തായാലും വൈകാതെ രണ്ടിലൊന്നും അറിയാം. സുഹൃത്തുക്കളെ, ടോക്കിയോ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നു. 4 വർഷം തുടർച്ചയായി സെക്രട്ടറി സ്ഥാനത്തിരുന്ന ശ്രീമതി ചന്ദ്രമതി 237 വോട്ടിന് അവരുടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കുമാരി ഗാഥാ മേനോനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടിരിക്കുന്നു. ടോക്കിയോ നഗറിന്റെ കീഴിലുള്ള പെട്ടി പെട്ടി പൊട്ടിച്ചപ്പോ ചന്ദ്രമതി പൊട്ടി. പെട്ടി ആ ചന്ദ്രമതി കേക്കത്തക്കണോ നല്ലൊരു കാച്ചി കാച്ചിക്കോടെ. പ്രിയമുള്ള കോളനി നിവാസികളെ, എന്നെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചതിന് നന്ദി പറയുന്നതിനോടൊപ്പം മുൻ സെക്രട്ടറിക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഈ ടോക്കിയോ നഗറിന്റെ ശാപമായ ചെങ്കൽച്ചേരി എന്ത് വില കൊടുത്തും ഒഴിപ്പിച്ചെടുക്കുമെന്ന് ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ഈ കോളനിയുടെ 10ാം വാർഷികം അതിഗംഭീരമായി ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ പോകുന്നു പറയണി. ഇങ്ങോട്ടാ നാട്ടുകാരെ, മാന്യമഹാജനങ്ങളെ, ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്റെ ആത്മാവിന്റെ ആത്മാവായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഇനി ഇവിടെ നിന്ന് ബുദ്ധിപൂർവ്വം കളിച്ചാലേ എന്റെ മോനെ ഒരു പണി ഒപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. എങ്ങനെ? അവൻ കടപ്പുറത്ത് ചുമ്മാ വെട്ടും കൂത്തുമായിട്ട് നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. മോഷ്ടിക്കാനുള്ള ടേസ്റ്റ് അവന് ജന്മനായില്ല. ഒരു തന്തയ്ക്ക് ഇങ്ങനെയല്ലേ മകനൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ. മനസ്സിലായില്ല. നീ കണ്ടോ? ഇല്ല, അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാണാം. ഓക്കെ. ആ പെങ്കൊച്ചി ഈ കോളനിയിൽ ഷൈൻ ചെയ്യുന്ന കണ്ടിട്ട് അസൂയ തോന്നില്ലേ? 10ാം വാർഷികം കലക്കണമെന്നും തോന്നുന്നില്ലേ? മുഖം കണ്ടാൽ അറിയാം മനസ്സിലെന്താണെന്ന്. അവളുടെ സർവ്വ ആവേശവും നമുക്ക് തകർത്തെറിയണം. എങ്ങനെ? ഒരു ടോർപിഡോ, പക്ഷെ സ്വപ്പ ചിരിക്കിലി മുടക്കുണ്ട്. മുടക്കാം. എങ്കിൽ കലക്കാൻ ആളുണ്ട്. ആരാ? ചേറ്റുവ കടപ്പുറത്തെ കൊമ്പൻ, കടപ്പുറം കരുണൻ. കടപ്പുറം കരുണൻ. ഞാൻ കടാപ്പുറം പാറായി. എന്താണ് പിടിച്ചില്ലേ? കടപ്പുറം കാരണം താത്തായുടെ അസിസ്റ്റന്റ് ഗുണ്ടയാണ് ചേട്ടാ. എന്താ ഈ കാല് നിലത്ത് കുത്താത്ത? കാലയിൽ 4 ആണി, കടലാണി, ഉപ്പുവെള്ളം കയറി 4 തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. വേണേ കണ്ടോട്ടെ. അല്ല, എനിക്ക് ഈ കടപ്പുറം കരുണൻ നിന്ന് കാണണമല്ലോ. കരണം താത്തായിന് അങ്ങനെയൊന്നും കാണാൻ പറ്റുകയല്ലോ ചേട്ടാ. കാരണം കടപ്പുറം കരണന്റെ ഇൻട്രസ്റ്റ് തന്നെ ഒരു ഫൈറ്റിലായിരിക്കും. അല്ല, യാത് വകുപ്പിനാണ് വന്നത്. ഉത്സവം കലക്കല്, കല്യാണം മുടക്കല്, കല്ലേറ്, കത്തിക്കുത്ത്, അടിപിടി, ബലാത്സംഗം, സ്ത്രീപീഡനം. ഇതിൽ യാതാണ് വേണ്ടത്? ഞങ്ങളുടെ ടോക്കിയോ നഗറിലെ 10ാം വാർഷികാഘോഷം. കലക്കണോ അതോ തകർക്കണോ? കലക്കിയാ മതി. എങ്കിൽ ശമ്പളം 25,000 രൂപ. ഒരു സ്ക്വാച്ച്, ഒരു പെണ്ണ്. രൂപ മുൻകൂർ കിട്ടണം. സ്ക്വാച്ചും പെണ്ണും ജ്വാലി കഴിഞ്ഞിട്ട്. ഞാൻ പെണ്ണിനെ കൂട്ടി തരണോ? അതിനുള്ള കാശ് തന്നാ പോരെ? പോരെ കേട്ടാ. കരുണേട്ടനെ മെടുക്കാൻ പറ്റിയ സാധനങ്ങൾ ഈ തുറയിലില്ലാഞ്ഞിട്ടാണ് കേട്ടാ. നിങ്ങളുടെ കയ്യിലാവുമ്പോ നല്ല നല്ല പ്രൈവറ്റ് യാത്രകൾ ഉണ്ടാവില്ല. ഞാൻ അത്രക്കാരനല്ല. കണ്ടപ്പോ തോന്നിപ്പോയി. എങ്ങനെയെങ്കിലും ശരിയാക്കിയേ പറ്റത്തുള്ളൂ. എന്താ പ്രശ്നം? കള്ളൻ ഉണ്ടോന്ന് നോക്കുക. എന്റെ ഭാര്യ സാരി മറന്നിട്ടാണോ കള്ളൻ? എപ്പോഴും എവിടെ കയറാനുള്ള NOC ഉണ്ട് എനിക്ക്. അങ്ങനെ എല്ലായിടത്തും കയറുന്ന പോലെ ഇവിടെ കയറണ്ട. എന്നാ കയറാൻ പറ്റിയ സ്ഥലം ഉണ്ടോ ഞാൻ നോക്കട്ടെ. ആ നോക്ക്. നോക്കാൻ പറഞ്ഞു. മറ്റവള് ജയിച്ചപ്പോ എന്തായിരുന്നു ഒരു പാട്ടും കൂത്തും. എടീ, ജനൽ അടച്ചിട്ട് സാരി മാറ്. എടാ,
ഇക്കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഇപ്പൊ അപ്പം തിന്നാ മതി, കുഴി പിന്നെ എണ്ണ. എന്റെ കരണത്തടിച്ച ഗോപാൽജി, ആ തെണ്ടി ഗോപാലിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി തന്നെ പറയാ. നാളെ കൃത്യസമയത്ത് കടപ്പുറം കണ്ടൻ ഇവിടെ എത്തും. പരിപാടി കലക്കം ചെയ്യും. അവൻ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. താൻ പോവാണോ? എന്റെ വൈരാഗ്യം കഴിഞ്ഞു, ഞാൻ പോട്ടെ. നിക്ക്. ആ കാരണം ഇവിടെ വരരുത്. എന്താ മാർഗം? നാളെ 5 മണിക്ക് മുമ്പ് അവന്റെ പാചുരുട്ടണം. എങ്ങനെ? ഡോളർ മുടക്കോ? മുടക്കാം. എന്റെ കമ്മീഷൻ തരോ? തരാം. എങ്കിൽ ആളുണ്ട്. ആരാ? ഇരുമ്പ് കൈ മാത്തച്ഛൻ. എവിടെയാണോ പറയോ? ആനയുള്ള കാലം കൊണ്ട് ചവച്ച പോയസം കയറി ചാവും കേട്ടാ. ഇങ്ങനെ വലിച്ചു കാറ്റിയാലും എങ്ങനെയാണ്? ബാക്കിയൊന്നുള്ള ആഘോഷം കലക്കേണ്ടതല്ലേ ഇന്ന്? കള്ള എത്ര അകത്തി എന്നാലും കാരണം നേരത്തെ പണി ചെയ്തിരിക്കും. ആ കപ്പ വന്ന് മീൻകറി ഇവിടെ. പാപ്പാന്മാരെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. അതെ, 2 കൂജ വേണം. ടോക്കിയോ നഗറിൽ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വരുമ്പോ കാശ് തരാം. കള്ളിന് കടവില്ല മോനെ. എങ്കിൽ 2 ആനവാല് പറിച്ചു തരാടോ. വാലും പൂടെ ഒന്നും ഇവിടെ വേണ്ട. കാശുണ്ടോ? കള്ളു തരാം. പേടിക്കണ്ട, ഇന്നത്തെ കാശ് ഞാൻ കൊടുക്കും. പറയേ. ഓ എന്താണ്? ഇവർക്ക് ആവശ്യമുള്ള കള്ളു വാങ്ങിച്ചു കൊടുക്കണം. നോക്കണ്ട, ആനക്കാരന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കള്ള് മൊത്തം ഞാനിങ്ങ് എടുത്തു. അയ്യോ, ഇത് മുഴുവൻ കുടിക്കാനാ? കുടിപ്പിക്കാൻ. ആനമയക്കില്ലല്ലോ ഇവിടെ? അയ്യോ, ഇവിടെ ആ പരിപാടി ഇല്ല. തങ്ങപ്പോ എന്തെടുത്ത് വേണ്ട. സാധനമുണ്ട്, പക്ഷെ കരുണേട്ടനായിരുന്നു കല്ല് ചേർക്കാൻ. നീ വിവരം അറിയും. നീ എടുത്തേ. എടുക്ക. അയ്യോ, ഇത്രയായിട്ട് ആളുപടിയായി പോയി. ഇത് മനുഷ്യനല്ലേ, മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള മൃഗത്തിനാ. ഇത് ആനയ്ക്കും കൊടുത്തേ. ഇനി പറ, ഇതെത്രയാണ്? 6. ചുമ്മാ ഇപ്പൊ 2 വാർക്കും 2 വാര ചുറ്റാതി വന്നിട്ടുണ്ട്. വാരി വാരി. ആശാനൊരു നന്ദി പറഞ്ഞാൽ സന്തോഷം. പറയൂ. നമ്മുടെ ജോലി തീർന്നു.
ഇനി ആന കലക്കുള്ള പരിപാടി. ആ കലക്ക് കാണാൻ ഉമ്മക്ക് പോവണ്ടേ? പിന്നെ 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആന ഇളകും. നമുക്കങ്ങോട്ട് പോവാം. അങ്ങോട്ടൊന്നും പോണ്ട, നിന്നെ കണ്ട ആന വിരളും. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. മന്ത്രി ഇപ്പൊ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തെ മാലയിടിക്കുന്നത് ഒരു ആന തന്നെ ആയിരിക്കണം. ഒരു ആഗ്രഹമല്ലേ പാവം. ആന മാലയിടോടോ? ആന പിണ്ടയിടും. നിന്റെ കാര്യമല്ല ചോദിച്ചത്. ആന മാലയിടോടോ പാപ്പാനെ? ആർക്ക് വേണമെങ്കിലും മാലയിടും, പക്ഷെ ആനയ്ക്ക് മന്ത്രി അറിയില്ലല്ലോ. വൈകി വരുന്നവനവനോ അവൻ മന്ത്രി പറഞ്ഞു കൊടുക്കണോ ആനയ്ക്ക്? GK മുംബൈ അതെ, ഗംഗ എവിടെയുണ്ട്? ഗംഗ എനിക്കറിയാം മിസ്റ്റർ ഗോപാൽ, അവൾ അവിടെ ഉണ്ടെന്ന്. നീ നല്ല ബിസിനസ്സുകാരനാണ്. ഗംഗ എനിക്ക് ആവശ്യമുള്ള പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ അവളെ കേരളത്തിലേക്ക് കടത്തിയത്. ഇനി പറ, നിനക്ക് എത്ര വേണം? ഞാൻ കണക്ക് പറയല്ല, ഒരു 5 ലക്ഷം വേണം. 5 lakhs? 5 ലക്ഷം മുടക്കാൻ പറ്റിയ ചരക്കല്ല അവള്. എനിക്കറിയാം GK, പക്ഷേ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന പെണ്ണല്ലേ അവള്. അത് ചോർന്നാൽ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് പോയ 50ഓളം പെൺകുട്ടികളെ കുറിച്ച് ഒരു അന്വേഷണം വന്നാൽ ഓക്കെ എഗ്രി. അത് വെടിയേറ്റ മനസ്സിലായി. ആന കൽപ്പിക്കോ. ഇതാ ആന. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞു. ആഘോഷ പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഒട്ടും വൈകില്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അത് പരിപാടി കറങ്ങിയപ്പോൾ മനസ്സിലായി. പ്രതികാരത്തിന് ഇനിയും സമയമുണ്ട്. പറ, കരുണന്റെ കുടിലെത്തിക്കുന്ന പെണ്ണ് ഇനിയും ശരിയായിട്ടില്ല. ആ ഗോപാൽജിയുടെ മാല എങ്ങനെയും എത്തിച്ചു കൊടുക്കാമോ? നമ്മുടെ കലക്കൽ ഒരുപാട് അസലായില്ലടാ. നമ്മൾ ഈ കണ്ടീഷനിൽ ഇങ്ങനെ ജയിച്ച് മുന്നേറിയാൽ സ്വർഗം വേണമെന്ന് പറഞ്ഞാൽ ഉമ്മ കിട്ടും. ഞാൻ നോക്കിയ സ്ക്വാച്ചിന് സ്ക്വാച്ച്, പെണ്ണിന് പഞ്ഞു. പറയേ, ഈ പെണ്ണ് പരിപാടി നമുക്ക് വേണം. പിന്നെ വേണ്ടേ, എല്ലാം പറ്റിക്കണ്ടേ? ഇങ്ങനെ തേരാപ്പാരം നടന്നാ മതിയാ. എന്നാലും നാട് ഉറപ്പിക്കണ കാരണം ആദ്യമായിട്ടൊരു പ്യാരികണ്ടല്ലേ ഇങ്ങനെ മഞ്ഞാന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം. സ്ക്വാച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ സാധന കത്തുകാർ ഇത് പുറത്തുനിന്ന് കുറ്റിട്ടേക്കാണല്ല. ആരാ കുറ്റിട്ടിരിക്കുന്നത്? അത് കാശ് വാങ്ങിച്ചിട്ട് അവള് ചാടിപ്പോകാതിരിക്കാൻ അവന്മാര് പുറത്തുനിന്ന് കുറ്റിട്ടായിരിക്കും. ചേട്ടായി ചേട്ടായി ഞാൻ ഇതും പിടിച്ചോണ്ട് വിട്ടിരിക്കുക. വല്ല സംശയമാണ് വിളിച്ചേക്കാൻ മറക്കരുത്.
വൃത്തിയുണ്ട്. ഏതായാലും എന്റെ കന്യങ്കം മോശാവില്ല. അന്നേന്ന് ഇങ്ങോട്ട് വാ. കേട്ടോ, ശരിയാവില്ല. ഞാൻ ഒന്ന് ചെയ്യുന്നുണ്ട്. നിന്നെ വരുത്തിയത് പ്രതിഷ്ഠിച്ച് പൂജിക്കാനല്ലേ? കാശ് മേടിച്ചിട്ട് ഈ പരിപാടിക്ക് വരുന്നവരെ ഏത് തരക്കാരിയാണെന്ന് എനിക്കറിയാം. അടുത്തേക്ക് വന്ന കൊല്ലം ഒരാണാണിത് പറഞ്ഞെങ്കില് പിന്നീട് അത് പറയാൻ അവന് നാവുണ്ടാവില്ല. നീ ഒരു പെണ്ണായി പോയി. ഇനി നിന്നെ എന്റെ പട്ടി വേണം തിരിഞ്ഞു നോക്കണ്ടേ? എന്തായി അതന്നെ? നിങ്ങൾ വിചാരിക്കും പോലെ ഞാനൊരു ചീത്ത പെണ്ണല്ല. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ജോലി തേടി വീട് വിട്ടിറങ്ങിയതാ ഞാൻ. ഓരോരോ ചതിയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് മാനം നഷ്ടപ്പെടാതെ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാ എന്നെ ആരും ഇവിടെ പിടിച്ചോണ്ട് വന്നത്. പച്ചക്കള്ളം. നീ ആ ടോക്കിയോ നഗറിലെ ഗോപാലയുടെ മോളല്ലേ? അല്ല. അല്ലേ? ആണ്. അല്ല. പണ്ടാരം ചത്ത. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.